friends, knowledge masters in മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൈമാസ്റ്ററിന്റെ വീഡിയോ എഡിറ്റിംഗിൽ നമുക്ക് എങ്ങനെ ഒരു ഹോളോഗ്രാം എഫക്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. എന്റെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സോ വി ക്യാൻ വാച്ച് ദ വീഡിയോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളോഗ്രാം എഫക്റ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണേ, നിങ്ങൾ കൈൻമാസ്റ്റർ എന്ന ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് കൈൻമാസ്റ്റർ എന്ന ആപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആ ആപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് നമുക്ക് ഹോളോഗ്രാം എഫക്റ്റ് കൊണ്ടുവരേണ്ടത്, ആ വീഡിയോ നിങ്ങൾ എടുക്കുക. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് ഓപ്ഷൻ അമർത്താം. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് റിയൽ വീഡിയോ. ഇതിലാണ് ഇനി നമ്മൾ എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മളിതിൽ കൈ പൊക്കുന്നതായിട്ടുള്ളൊരു സമയമുണ്ട്. അതായത് ഞാൻ കറക്റ്റ് നമ്മൾ ആ സ്ഥലത്ത് വെക്കണം. ഇതാണ് കൈ പൊക്കുന്നത്. നിങ്ങൾക്ക് കാണാം, കൈ പൊക്കുന്നതായിട്ടുള്ളൊരു സമയമുണ്ട്. ഈ ആ സ്ഥലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നിങ്ങൾ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ മീഡിയ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മീഡിയ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ, അതായത് ഹോലോഗ്രാം, നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ ക്യാപ്ചറാണ് ഹോലോഗ്രാം ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സ്ക്രീൻ ക്യാപ്ചറാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഹോളോഗ്രാമായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ആ സ്ക്രീൻ ക്യാപ്ചർ ഞാൻ എടുത്തിട്ട് ഈ ടാബിൻ്റെ മുകളിൽ, അതായത് ഈ ടാബിൻ്റെ തൊട്ട് മുകളിലാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് ശേഷം കുറച്ചും കൂടി വലുതാക്കിയതിന് ശേഷം ഞാൻ ആൽഫ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. ആൽഫ ഒപ്പാസിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു 49 റേഞ്ചിലൊക്കെ മതി. അത് 49-48 റേഞ്ചിലൊക്കെ മതി. ഇവിടെ 48ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ടിക്ക് അടിച്ചിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് വന്നത്. പക്ഷെ അങ്ങനെ വന്നാൽ പോരാ, നമുക്കതിന് കുറച്ചും കൂടി എഡിറ്റിംഗ് ചെയ്യാനുണ്ട്. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് നമുക്ക് നീക്കിയൊക്കെ. അപ്പോൾ അതിൽ കുറച്ചും കൂടി എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കറക്റ്റ് റിയൽ, അതായത് ഒരു പൊങ്ങി വരുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നാനിമേഷൻ കൊടുക്കുകയാണ്. ഇന്നാനിമേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പപ്പ് എന്ന ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് മുകളിലേക്ക് പൊന്തി വരുന്ന രീതിയിൽ, അതായത് പോപ്പപ്പ് ഇതുപോലെ. നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പോപ്പപ്പ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ, ഇതിലമർത്തിയിട്ട് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 എണ്ണം വന്നിട്ടുണ്ടാവും. ആ രണ്ടാമത്തെ ഇവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ പണി, അതായത് ഈ രണ്ടാമത്തത് നമ്മളിവിടെ മാറ്റി വയ്ക്കുക. ഈ രണ്ടാമത്തെ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ക്രോപ്പിംഗ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രോപ്പിംഗ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം മാസ്ക് ഓണാക്കുക. അതിലെ ഷേപ്പ് നിങ്ങൾ ഓണാക്കുക. എന്നിട്ട് ട്രയാങ്കിൾ എടുക്കുക. അതായത് അടിയിലേക്ക് ആയി നിൽക്കുന്ന ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ ആ ട്രയാങ്കിൾ എടുത്തതിന് ശേഷം, അടിയിലേക്കായി നിൽക്കുന്ന ട്രയാങ്കിൾ എടുത്തതിന് ശേഷം നിങ്ങൾ ടിക്ക് അമർത്തുക. ടിക്ക് ഓപ്ഷൻ അമർത്തിയതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. അതായത് കറക്റ്റ് അടിയിലേക്ക് വയ്ക്കുക. ഇത് കറക്റ്റ് അടിയിൽ വെക്കണം. അതായത് ഈ ടാബിൻ്റെ സ്ക്രീനിലാണ് ഇത് വെക്കുന്നത്. സംഭവം വെക്കുന്നത് ടാബിൻ്റെ സ്ക്രീനിലാണ്. ഇത് കുറച്ചും കൂടി വലുതാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് കറക്റ്റ് ഇതാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി എടുത്ത അതായത് ഈ സാധനം നമ്മളൊന്ന് അതായത് നമ്മൾ ഇതിൽ ഒരു ഇന്നാനിമേഷൻ കൊടുക്കുകയെന്ന്. അതായത് ഇന്നാനിമേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പോപ്പപ്പ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ പോപ്പപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ ടിക്ക് എന്ന ഓപ്ഷൻ അമർത്തിയിട്ടുണ്ട്. ആ ടിക്ക് എന്ന ഓപ്ഷൻ അമർത്തിയതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ നീക്കുന്നതൊക്കെ കറക്റ്റാണ്, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ആൽഫ ഒപ്പാസിറ്റി ഒന്നും കൂടി കുറച്ച് കൊടുക്കുക വേണമെങ്കിൽ. പക്ഷെ അധികം കുറച്ചുണ്ടെങ്കിൽ പിന്നെ ഒരു ബോറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൽഫ ഒപ്പാസിറ്റി നമുക്കൊന്ന് കുറയ്ക്കുക വേണമെങ്കിൽ.
ഇതിൻ്റെ ആൽഫ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്ര കുറയ്ക്കണ്ട. അപ്പോൾ ഇത്ര കുറച്ചതിന് ശേഷം നമുക്കൊന്ന് ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മളുടെ വീഡിയോ സ്റ്റോപ്പിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ അടിയിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് എഡിറ്റ് ചെയ്തില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട് ആനിമേഷനൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.